റാന്നി മണ്ഡലം നമുക്കറിയാം ഡീൽ ആരോപണം ശക്തമായ ഒരു മണ്ഡലമാണ്. ശബരിമല ഇരിക്കുന്ന മണ്ഡലമാണ്. അവിടെ NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ ന്യൂസ് 18നോട് സംസാരിച്ചു. നമുക്കറിയാം തോമസ് കെ സാമുവൽ ശ്രദ്ധേയനാകുന്നത് ഈ റാന്നിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലടക്കം വലിയ കാര്യമായി സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുന്നില്ല എന്ന് പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് അദ്ദേഹത്തെ BJP നേതാക്കൾ തിരുത്തി. നമുക്കറിയാം 2020 സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം തിരുത്തി പറയുന്നത് റാന്നി മണ്ഡലത്തിന്റെ സമഗ്ര വികസനവും വിശ്വാസ സംരക്ഷണവുമാണ് NDAയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നാണ്. ഇടതുമുന്നണിയുടെ ഭരണപരാജയവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ട് വർധനവും വിജയമാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ് NDAയുടെ 2020 സ്ഥാനാർത്ഥി കൂടിയായ തോമസ് കെ സാമുവൽ. റാന്നി മണ്ഡലത്തിലെ NDAയുടെ 2020 സ്ഥാനാർത്ഥി തോമസ് കെ സാമുവലാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായി നടക്കുകയാണ്. ഒന്നാം ഘട്ട പ്രചരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിനകത്തൊരു സംശയവുമില്ല. അപ്പോൾ ഒന്നാം ഘട്ട പ്രചരണം നമ്മുടെ ഏകദേശം കഴിഞ്ഞു. രണ്ടാം ഘട്ട പ്രചരണത്തിലോട്ട് കടന്നിരിക്കുന്നു. നല്ല പ്രതികരണമാണ് എല്ലാ വഴിക്കൊന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റാന്നിയിലെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളാണോ ഈ ഇലക്ഷന്റെ പ്രചരണമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും റാന്നിയിലെ വികസന പ്രവർത്തനങ്ങളും ഇവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനമായിട്ടും വെക്കുന്നത്. പിന്നെ ആൾക്കാരുടെ നല്ലൊരു സ്വീകരണമാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ശബരിമല പിന്നെ അയ്യപ്പന്മാരെ കൊള്ള ചെയ്ത ശബരിമല അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു ധർമ്മയുക്തം തന്നെയാണിത്. ആ കൊള്ള മുതൽ തിരിച്ച് കൊണ്ടുവെക്കുന്നിടം വരെ NDA സജ്ജമായി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ മേഖലയിലുള്ളവർക്കും നല്ല ഒരു സ്വീകരണവും എല്ലാമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളും വളരെ സന്തോഷത്തിലാണ്. ഈ പ്രവാസികളുള്ള മേഖലയാണ്, അതുപോലെ തന്നെ ഈ മലയോര മേഖലയാണ്. അതിനു വേണ്ടിയുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണോ രാഷ്ട്രീയ വിഷയം? തീർച്ചയായിട്ടും പ്രവാസികൾക്കും പിന്നെ അതുപോലെ തന്നെ മലയോര മേഖലയായ കാർഷിക പ്രദേശമാണല്ലോ റാന്നി. അപ്പം അതൊക്കെ ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവാസികൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പറയാൻ. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രചരണം നടന്നത്. അതിനകത്ത് നമുക്ക് ഉന്നയിക്കാനുള്ള കാരണം എന്ത് വികസനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് തന്നെ റാന്നിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഇട്ടിപ്പാറ പിന്നെ ചന്ത വഴിയാണ് പോയത്. അപ്പോൾ അതിൻ്റെ ശോചനീയ അവസ്ഥ, അവിടെ വ്യാപാരികളില്ല. ആകെ 2 കച്ചവടക്കാരെ എനിക്കറിയാവുന്നവരുണ്ട്. അവരുടെ പ്രതിസന്ധികൾ. പിന്നെ നമ്മുടെ സ്റ്റാൻഡിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ വഴിയില്ല, റോഡില്ല, സൗകര്യമില്ല. വണ്ടികൾക്ക് അകത്ത് കയറാനോ പുറത്ത് കയറാനോ മൊത്തത്തിൽ ഇവിടെ പ്രശ്നങ്ങളാണ്. നമ്മുടെ പാലം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകണം. പാലം പിന്നെ പിൽഗ്രിം സെൻറ്റർ പണിഞ്ഞു എന്ന് പറഞ്ഞു, പണി നടന്നെന്ന് പറയുന്നു. പക്ഷേങ്കിൽ ഒരു വികസനത്തിൻ്റെ മുരടിപ്പ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ അത് തന്നെയാണ്. ഇവിടെ ഒരു ബേസിക് വികസനം പോലും നടന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ് റാന്നി എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം NDA ഒരു മികച്ച പ്രകടനം റാന്നിയിൽ കാഴ്ചവെച്ചു. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകല്ലേ? തീർച്ചയായിട്ടും നമുക്ക് NDA ക്യാമ്പിൽ ഇപ്പം തന്നെ വിജയത്തിൻ്റെ ധ്വനികളാണ്. അതിനകത്തൊരു സംശയവുമില്ല. നല്ല രീതിയിൽ ജനം സ്വീകരിച്ചു. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കും സന്തോഷമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ്. വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള തിരക്കാണ്. വോട്ടർമാരെ പരമാവധി കാണാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ കൂടുതൽ എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ചിലർ വരുന്നുണ്ട്. എല്ലാ മേഖലയിൽ നിന്നും വലിയ ഒരു 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 സന്തോഷമാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഈ 2020യുടെ സ്ഥാനാർത്ഥി ഉള്ളത്. എന്നാൽ റാന്നിയിൽ മികച്ച വിജയം നേടും എന്നാണ് അദ്ദേഹം പറയുന്നത്. റാന്നിയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.